ഒരു വീഡിയോ എന്നെ സ്ട്രൈക്ക് ചെയ്യാണ്. അതായത് ആ വീഡിയോയിൽ ആ പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്, യേശുക്രിസ്തു അഭിസംബോധന ചെയ്തതുപോലെ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു, ഷാലോം അലൈക്കും. ഷാലോം അലൈക്കും എന്ന് പറയുകയാണ്. ഷാലോം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ചാനലാണ്, ഷാലോം TV. ഷാലോം സമാധാനം എന്നാണ് അർത്ഥം. അത് തന്നെയാണ് സലാം, ഷാലോം സലാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, യേശുവിന് ഇസ്ലാം മതമായിട്ട് എന്താ ബന്ധം? ഇസ്ലാമിക വിശ്വാസമായിട്ട് എന്താ ബന്ധം? മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ ആദ്യം അവരോട് സമാധാനം ആശംസിക്കുവാൻ. അവിടെയാണ് എൻ്റെ മനസ്സിനെ അവിടെ പിടിച്ചിരുത്താൻ. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ഞാൻ ചെറുപ്പം മുതലേ കണ്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച യേശുവിനെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നു? അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, ഒരു മുസ്ലിമും യേശുവിൽ വിശ്വസിക്കാതെ മുസ്ലിമായി തീരില്ല, യേശുവിൽ വിശ്വസിക്കാതെ ഒരാളും മുസ്ലിമായി തീരില്ല എന്നതിൽ പറയുന്നു. ഞാൻ അവിടെ ഇരുന്ന പ്രഭാഷണം കേൾക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്നും, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ യേശു അല്ല ദൈവം, യേശുവിനെ സൃഷ്ടിച്ച മറ്റൊരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് യഥാർത്ഥമായി നമ്മൾ ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാവുക. പിന്നെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ, ബാങ്ക് എക്സാമിൻ്റെ ബുക്കൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് POCൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതിരുന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് യേശുവിൻ്റെ ദൈവീകതയായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷെ ഓരോ ഘട്ടത്തിലും യേശു തന്നെ വിളിച്ചിരുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. പല ഘട്ടങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ബൈബിള് പറഞ്ഞ കാര്യമാണ്. എന്നാൽ പിന്നീട് ഞാൻ ഇസ്ലാമിന് വന്നതിന് ശേഷം ഖുറാൻ പഠിച്ചപ്പോൾ അതിനകത്ത് സൂറത്തുൽ ആൽ ഇംറാനിൽ യേശു പറഞ്ഞതായിട്ട് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ്, ഫഅ്ബുദൂഹു, അവനെ മാത്രം ആരാധിക്കുക, ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് നേരായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുറാനും ബൈബിളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോപ്പിയാണ്, ഇതാണെന്ന് അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതൊന്നും ഒരിക്കലും ഇല്ല എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, നിഷ്പക്ഷമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ വിശുദ്ധ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും യേശു അല്ല ദൈവം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ